നമ്മൾ എന്തിനാണ് എപ്പോഴും കീടനാശിനിയുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത്? ഇത് കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ അപ്പുറത്ത് എല്ലാവരും നല്ലപോലെ കൃഷി ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളും വിചാരിച്ച് കൃഷി ചെയ്ത് നല്ല വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ. അതിന് നമ്മൾ കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെ, അതുകൊണ്ട് നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ക്യാരറ്റിന്റെ വിത്തുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ വിലയ്ക്ക് തന്നെ കിട്ടും, 5-10 രൂപയ്ക്ക് തന്നെ കിട്ടും. നിങ്ങളും ആഗ്രഹിച്ചിട്ടില്ലേ ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ട്? ഞാൻ കുറച്ച് ഗ്രോ ബാഗുകൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് മണ്ണ് നിറയ്ക്കാൻ പോകാം. കൃഷിയെ ഉദ്ദേശിക്കുന്നത് ടെറസിന്റെ മുകളിലാണ് കൂട്ടുകാരെ. അതുകൊണ്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് അവരുടെ വെള്ളം ഇപ്പൊ കുറച്ച് മരമൊക്കെ ഉണ്ട്. അതൊക്കെ തീർന്ന പിന്നെ വെള്ളത്തിന് വേണ്ടി ഡ്രിപ്പ് ഇറിഗേഷൻ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഇത്രയും ഗ്രോ ബാഗുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമ്മൾ ആദ്യം മണ്ണ് നിറക്കും, പിന്നെ നടുക്ക് ചകിരിയൊക്കെ വെച്ചു, എന്നിട്ട് ഒന്നുകൂടി മണ്ണ് നിറക്കും. അങ്ങനെ ഏകദേശം ഒരു 13 ഗ്രോ ബാഗ് വാങ്ങിച്ചു. ഇനി അതിൻ്റെ അകത്ത് ചാണകം താഴെ വെച്ചിട്ടുണ്ട്. നമുക്ക് പോയതെടുത്തോണ്ട് വരാം. നമ്മൾ ടെറസിന്റെ മുകളിലാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വെള്ളത്തിനൊക്കെ സൗകര്യം കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്ന് ഇത് സെറ്റാക്കി ഇവിടെ ഗ്രോ ബാഗുകൾക്ക് ചെടികൾക്കും എല്ലാം നമ്മൾ വെള്ളം കൊടുക്കും. ഇവിടെ വരെ ഇട്ടിട്ടുണ്ട്. ഇത്രയും ദൂരം മതി. ഇനി നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കാൻ പറ്റും. ഇപ്പൊ അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചെടികളൊക്കെ ഒരുവിധം നല്ല പച്ചപ്പ് പിടിക്കുന്നുണ്ട്. ഇനി അടുത്ത് എന്നാണോ വെയിലുള്ളത് അന്ന് ചെടിയൊക്കെ പോകും. അതുകൊണ്ടാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിരുന്നത്. പിന്നെ കൂട്ടുകാരെ, നമ്മളൊരു കാര്യം കാണിച്ചു. നമ്മുടെ നെയ്ബറിന്റെ വീട്ടിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ശുദ്ധമായ പാലൊക്കെ എടുക്കുന്നത്. ഇതേ നോക്കിക്കേ, ഒരു പശുക്കുഞ്ഞ് അവിടെ കിടന്ന് ഇറങ്ങുന്നത്. നമ്മളിത് കട്ട് ചെയ്തു. ഇനി നമുക്ക് അടയ്ക്കണ്ടേ, അതുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ എടുത്ത് വെച്ച് ഓസ് നമ്മൾ ഏകദേശം ഇങ്ങനെ മടക്കിയിട്ട് ഇത് മുകളിലോട്ടാക്കി കഴിയും. ഇതൊരു വെള്ളം പോകത്തില്ല. കൂട്ടുകാരെ, ഇങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. അതായത് ആദ്യം സീഡ്സ് ഇടും, പിന്നെ ഈ സാധനം കൊണ്ടോ നല്ല മൂർച്ചയാണ്. ഇത് വെച്ച് ഇവിടെ പൊട്ടിക്കണം. പൊട്ടിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള നീളം ഇതിൻ്റെ കട്ടി. ഞാൻ ഇത് എത്രയും കട്ടി ചേർത്തിട്ടുണ്ട്. ഇവിടെ സീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമ്മളിട്ട ഹോളിലോട്ട് ഇനി ഇത് നേരെ ഇത് വെട്ടണം. സംഭവത്തിന്റെ അകത്തോട്ട് എന്നിട്ട് കണ്ടില്ലേ കൂട്ടുകാരെ, ഡ്രോപ്പായി വരുന്നത്. നമ്മൾ കണ്ടപ്പോ അയാൾ പറഞ്ഞത് ഇതെടുത്ത് ഇങ്ങനെ മണ്ണിൽ കുത്തി വെക്കാനാണ്. പക്ഷെ മണ്ണിൽ കുത്തി വെച്ചാലേ ഇതിനകത്ത് പൊടി കയറി ഇത് പിന്നെ വെള്ളം വരാതെ. അപ്പൊ ഇതിങ്ങനെ ചാക്കി കെട്ടി വെക്കുമ്പോ നല്ലപോലെ അങ്ങ് വെള്ളം പൊക്കോളും. അതാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുവിധം എല്ലാത്തിനും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ചാക്കി ഒന്ന് കെട്ടിക്കൂടി വെക്കണം. കൂട്ടുകാരെ, എല്ലാം ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വാൽ തുറന്ന് നോക്കാം. കാണാം, ഓരോ വെള്ളത്തുള്ളിൽ വെച്ച്
അപ്പുറത്തേക്ക് ഓഫ് ആക്കിയിട്ടേണ്ട ആവശ്യമില്ല, ഡ്രോപ്പ് ആയിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ചെടികളുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കാൻ. എൻ്റെ അമ്മയാണെങ്കിലേ നമ്മൾ വിചാരിച്ച് ഇത്രയും ഗ്രോബകൾ മാത്രമേ ഉണ്ടോന്ന് വിചാരിച്ചു. അമ്മ കുറേ പ്ലാസ്റ്റിക് ചെടിയിൽ പിന്നെ എടുത്തോണ്ട് നട, അങ്ങനെ അതെല്ലാം മണ്ണെടുക്കാൻ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള ട്യൂബുകൾ ഇവിടെ സെറ്റാക്കി വെച്ചേക്കാം, മണ്ണിൽ കുത്തി വയ്ക്കാനായിട്ടുള്ളത്. ഇത് നമ്മളെ കൊണ്ട് മണ്ണിൽ കുത്തി വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം വേണം, മണ്ണ് ഉണങ്ങുമ്പോൾ കുത്തി വയ്ക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇത് എവിടെയെങ്കിലുമൊക്കെ കെട്ടി വയ്ക്കും. ഓക്കെ, തൽക്കാലം നമ്മളിങ്ങനെ മണ്ണ് ഞാൻ കുത്തി വയ്ക്കും. അപ്പൊ നമുക്ക് മണ്ണെടുക്കാനുള്ള സംഭവം എടുത്തിട്ടേ അവിടെ പോയി അമ്മയുടെ കൂടെ മണ്ണെടുക്കാം. തരി പോലെയുള്ള മണ്ണുണ്ട്, അപ്പൊ അത് നമുക്ക് പോയി എടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ട് അവിടെ ഒന്ന് ഇനി നമുക്കിത് മുകളിൽ കൊണ്ടുപോകണം. കൂട്ടുകാരെ, എല്ലാ ചെടിച്ചട്ടികളും നമ്മൾ ഇവിടെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ആ പ്ലാസ്റ്റിക്കിലൊക്കെ കുത്തി നിർത്താം, വലിയ കുഴപ്പമില്ല. ഗ്രോ ബാഗുകൾ മാത്രമാണ് ഇത്തിരി പ്രശ്നം. അതുകൊണ്ട് ഗ്രോ ബാഗുകൾ കെട്ടിട്ട് പ്ലാസ്റ്റിക് കുത്തി നിർത്തി. എന്റെ ട്രിപ്പ് എഡ്യൂക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. എല്ലാം നട്ടതേ ഉള്ളൂ, അതുകൊണ്ട് ഈ തുള്ളി വീഴുന്നത് നട്ട് ഒന്ന് വിളഞ്ഞതിന് ശേഷം. അതിന് മുമ്പ് നമുക്ക് ഇവന്മാരെ ഒന്ന് വെള്ളം നനപ്പിച്ച് നോക്കാം, എന്നാലേ വെള്ളം പൊടി കിട്ടും. അല്ല പൊടിച്ച് ഉള്ള വയറ് മൊത്തം തീർന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിൽ ഒരു ചെടി മാത്രമുണ്ട്. അപ്പോൾ അത് കുത്തി കയറ്റാൻ പറ്റില്ല, ചെറിയ വയറാണ്, അതുകൊണ്ട് തൂക്കി ഇങ്ങനെ ഇടാം. അതങ്ങ് വിചാരിച്ച് എന്ത് ചെയ്യാം. അപ്പൊ ഇനി മനയൊക്കെ കഴിഞ്ഞ വെയിലുള്ള ദിവസങ്ങൾക്ക് ഇങ്ങനെ കിട്ടിരുന്നാൽ മതി. തുള്ളി വീണ് എല്ലാ സ്ഥലത്തും ആയിക്കോളും. ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ സീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ മാറി ജീവിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അത് നല്ല കളിയാണ്. വന്ന് നിൽക്കുമ്പോൾ എല്ലാം പുഞ്ചിരിയോടെ വിരിഞ്ഞ് നിങ്ങളെ കാത്തിരിക്കും. സ്വാഗതം എന്ന് പറഞ്ഞു. നന്ദി, നമസ്കാരം.